ഇപ്പോൾ ലോറി ഉടമ മനാഫ് കൈരോടൊപ്പം ചേർന്നു. മനാഫ്, വലിയൊരു പുരോഗതിയാണ്. അർജുൻ എവിടെ എന്ന ഒരു ചോദ്യത്തിൽ വലിയൊരു പ്രതീക്ഷ വെക്കുന്ന ഒരു തെളിവാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് ലഭിച്ചത്. അത് കൃത്യമായി നിങ്ങളുടെ വണ്ടിയുടേത് തന്നെയാണല്ലേ? ഇപ്പം എന്താണ്, 1 മണിക്കൂറാണ് തെരച്ചിൽ നടത്തിയത്. ഈ ഒരു മണിക്കൂർ തെരച്ചിലില് മൂന്ന് ലോറിന്റെ 3 ഭാഗങ്ങൾ കിട്ടി. അതിൽ 2 എണ്ണം ഞങ്ങളതല്ല. ഓ, ഹലോ, കേൾക്കാം. 2 ഭാഗം ഞങ്ങളതല്ല. ഒരു ജാക്കി പുതിയത് അത് ഞങ്ങളതാണ്. അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റെ ജാക്കി തന്നെയാണ്, ഹൈഡ്രോളിക് ജാക്കിയാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് ലഭിച്ചത്. ഹൈഡ്രോളിക് ജാക്കി അത് ഇനിയൊന്നും കൂടി ഉണ്ടാവും വണ്ടിയിട്ടുള്ളിൽ. 2 ഉണ്ടാവും. 2 ജാക്കി ലോറിയിൽ ഉണ്ടായിരുന്നു, അതിലൊന്നാണ് ലഭിച്ചിരിക്കുന്നത്. കൃത്യമായി നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി? ഓ, 100% നമ്മളെ തന്നെ. ഇന്നത്തെ തെരച്ചിൽ അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ് അല്ലേ? അതെ. ഈ മാൽപേ സംഘം അവർ പറയുന്നത് എന്താണ്? കൂടുതൽ തെരച്ചിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം? നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കാന്ന് പറയുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ കൂടെ നൽകുന്നുണ്ട് ഈ തെരച്ചിൽ. അതെ. എപ്പോഴാണ് പ്രതീക്ഷ ആയത്? ഓക്കെ, ഇത് കിട്ടിയല്ലോ. ശരി. ലോറി ഉടമ മനാഫാണ് കൈരളി ന്യൂസിനോട് സംസാരിച്ചത്. അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇന്ന് ഷിരൂരിൽ നിന്ന് ലഭിച്ച ഹൈഡ്രോളിക് ജാക്കി അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെതാണ് എന്ന് ലോറി ഉടമ മനാഫ് കൈരളി ന്യൂസിനോട് സ്ഥിരീകരിക്കുന്നു. നേരത്തെ ഈ തിരച്ചിൽ ഈശ്വർ മാൽപേ സംഘത്തിന് ലഭിച്ചത് 3 വാഹനങ്ങളുടെ ഭാഗങ്ങളായിരുന്നു. ഈ 3 വാഹനങ്ങളുടെ ഭാഗങ്ങളിൽ 2 എണ്ണം തങ്ങളുടെ വാഹനത്തിൻ്റെതല്ല, അതായത് അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ട്രക്കിൻ്റെതല്ല എന്ന് കൃത്യമായി ലോറി ഉടമ മനാഫ് കൃത്യമായി തന്നെ പറയുന്നു. പക്ഷേ ഹൈഡ്രോളിക് ജാക്കി, അതായത് ഇന്ന് തെരച്ചിലിൽ ലഭിച്ച ഹൈഡ്രോളിക് ജാക്കി അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെതാണ് എന്ന് ട്രക്ക് ഉടമ മനാഫ് കൈരളി ന്യൂസിനോട് സ്ഥിരീകരിച്ചു.